അന്നൊരു പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ എന്തൊക്കെയാ തല്ലാൻ വരലും കൊല്ലാൻ വരലും കേൾക്കാത്തതൊന്നുമില്ല. ഞമ്മക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതൊന്നും ആരും ചിന്തിക്കൂല. ഈ ചെയ്യുന്നതൊന്നും ഇരിക്കുന്നതും കാട്ടുന്നതൊന്നും ആരും കാണൂല. എന്തേലും ഒന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റും കുറ്റമാണ്. ഈ കണ്ട പണികളൊക്കെ ഉണ്ട് ഒരു വീടിന്റെ ഉള്ളില്. ഒന്ന് സഹായിക്കാനോ കൂടി തരാനോ ഒരു കുട്ടിയാളില്ല. പൊന്നാറ് സനതേ ഒന്നും മുണ്ടാതെ നിക്കോ. തൊടങ്ങി നേരം വെളിച്ചാകുമ്പോ തുടങ്ങും ഞൊടിച്ചില് കുണു പറഞ്ഞോണ്ട് എന്തോ ഒരു കഷ്ടകാലാണ്. ഒരു ദിവസം ഒന്നും പണിയില്ലാതെ പേരയിലൊന്ന് ലീവ് എടുത്ത് കുത്തിക്കുമ്പോ അപ്പൊ തുടങ്ങും ഓടെ ഞൊടിച്ചില്. ഒന്ന് തൊള്ളറക്കിച്ചടൊന്ന് നിക്കോ സനതേജൊന്ന്. അതെ, ഞാൻ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ. ഒരു പണിയില്ലല്ലോ, നിങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കുക മൊബൈലും തോണ്ടിയാണ്ട്. എന്നിട്ട് ഈ കണ്ട പണിക്ക് നിങ്ങൾ എടുത്തോളൂ. എന്നാലേ ഇന്റെ പണി ഇച്ചിട്ടോ. നാളെ നേരം വിളിച്ചാകുമ്പോ തൊട്ട് ഞാനും ഇവിടെ കുത്തിരിക്കാം. എന്നിട്ട് ഇന്റെ പണി എന്താണെന്ന് വെച്ചാൽ കല്ലേറ്റലും മണലേറ്റലും ഒക്കെ ഇഞ്ച് പോയാണ്ട് എടുക്കും. നിങ്ങളൊരു നേരം വിളിച്ചാൽ പറഞ്ഞ് പറയും. അത് ഞമ്മളെടുക്കണ പണി നേരം വിളിച്ചാൽ കറി ഉണ്ടാക്കണം, കൂട്ട ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, തുടക്കണം, പിടിക്കണം, അപ്പിടി ഇപ്പിടി. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പണി. ഞങ്ങൾക്കൊന്നും പണിയില്ല. ഞാനെന്ത് പറഞ്ഞപ്പോ കുട്ടികളുടെ സ്കൂളിൽ പോയാണ്ട് എന്റെ ഭാഗ്യം കൂട്ടി. ഓ, ഞങ്ങളെ പണിയപ്പോ ഒന്നും അല്ല അല്ലേ? ഇങ്ങക്ക് ഇങ്ങളെ പണി എന്തേലും പറഞ്ഞാ ഇങ്ങക്ക് വലിയ പണിയാണ്. പൊന്നാര സനതേ, പണിയുടെ കണക്ക് പറഞ്ഞതല്ല. ഒരു വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങള് അത് നിങ്ങൾക്കായിട്ട് ഉഴിഞ്ഞു വെച്ചതാണെന്നല്ല ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങൾ എടുത്തെങ്കിൽ അത് റെഡി ആവുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ തെങ്ങുമ്പോ കയറുന്ന നിങ്ങളെ പെണ്ണുങ്ങളോട് പറയാം നാളെ തെങ്ങുമ്പോ കയറാൻ പോയിക്കോ, ഞങ്ങൾ ഇവിടെ തുടച്ചോളാം, ഞങ്ങൾ വെച്ചോളാം, അല്ലെങ്കിൽ നാളെ വാർപ്പ് പണിക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയോ? എന്ന് പറയും. അപ്പൊ ഈ വീട്ടിലത്തെ പണി പെണ്ണുങ്ങൾ എടുക്കുമ്പോ എന്താ വെച്ചാൽ ഒരു കുടുംബത്തിന് അതിന്റെ ഐശ്വര്യമാണ്. പെണ്ണുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൃത്തി ചിട്ടകളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെ നേരം വിളിച്ച അവർ പണി ഇല്ലാത്ത ദിവസം ഇവിടെ വന്ന് കുത്തുന്ന അപ്പക്കിന്നെ തുടങ്ങും ഞൊടിച്ചില് കൊണ്ടു കയറാണ്ട്. ഇത് ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ തലയിൽ കൂടെ പ്രഷർ കയറിയോണ്ട് നിൽക്കണേ. അതിനിടയിൽ കൂടെ നിങ്ങളെ ഞൊടിച്ചിലും കൂടി കയറുമ്പോ വെറുതെ അല്ല ഓരോരുത്തരും ഇവിടേക്കൊക്കെ പോണത്. വെറുതെ അല്ല ഒരു മനുഷ്യന്മാർ പെരയിൽ കുത്തിരിക്കാത്തത്. നേരം വിളിച്ചാകുമ്പോ നീച്ചാണ്ട് വലിയ സിനിമാളിക്കോ വലിയ ബാറിക്കോ അല്ലെങ്കിൽ ബ്യൂറേജിക്കോ അല്ലെങ്കിൽ കമ്പനി കൂടാനോ പോണത് വെറുതെ അല്ല. അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ ഞൊടിച്ചില് കേട്ടാലേ എവിടേക്കാന്നല്ല അങ്ങടെ മണ്ട് കൊടുത്തു. കണ്ടോ, ഓലിക്ക് പത്രമുള്ളൂ. സമാധാനം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ബാറിക്കോ ബിവറേജിക്കോ ചങ്ങായിമാരോ പോയി എങ്ങോട്ടെങ്കിലും. നമ്മളോ ഇത് അടിക്കുക, തുടയ്ക്കുക, കഴുകുക, മോറ ഇതന്നെ. എല്ലാരും വായിലിരിക്കുന്ന കേക്കും വേണം. ഇതന്നെ ഞമ്മക്ക് പറഞ്ഞിട്ടുള്ളൂ. ആരോടാ പറയുന്നത്? എന്താ പറയുന്നത്?